അഭിവാദനങ്ങൾ. സമ്പൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ 500 എപ്പിസോഡുകളായി ഞാൻ കഥാപ്രസംഗമായി അവതരിപ്പിക്കുകയാണല്ലോ. അതിൻ്റെ 7 ഭാഗങ്ങൾ സൈമൺ മീഡിയ വിഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു. നിങ്ങളത് കേട്ടു, നല്ല അഭിപ്രായങ്ങൾ എന്നോട് വിളിച്ചറിയിക്കുകയും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എനിക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. മാത്രമല്ല, നിരവധി വേദികളിൽ ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുവാനുള്ള അവസരം തന്ന നിങ്ങളെ ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ പരിപാടി കാണുകയും ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നൊരു പുതിയ കഥാപാത്രത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പുതിയ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളുടെ പിന്തുടർച്ച അവകാശിയായി തീർന്ന ഒരു വ്യക്തി, ഇസഹാക്ക്. കിണറുകൾ കുഴിക്കുന്നതിൽ മഹോന്നതൻ ഇസഹാക്ക്. എവിടെ തന്നെ കിണറുകൾ കുഴിച്ചാലും അതുപോലെ നീരുറവകൾ ദൈവം നൽകി അനുഗ്രഹിച്ച ലോകത്തിലെ ഏക മനുഷ്യൻ ഇസഹാക്ക്. ദൈവത്തിന്റെ വാഗ്ദത്ത പുത്രനായ ഇസഹാക്ക്. ഈ ഇസഹാക്കിന് നല്ല സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? ദാനശീലൻ, സൗമ്യൻ, ക്ഷമയുള്ളവൻ, ദയയുള്ളവൻ, കരുണയുള്ളവൻ, വിനീതനായവൻ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രിയൻ. ആ പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ, കർത്താവിൻ്റെ മകൻ്റെ ചരിത്രം ഞങ്ങൾ കഥാപ്രസംഗ രൂപത്തിൽ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു. വാഗ്ദത്ത പുത്രൻ ഇസഹാക്ക്. വൃദ്ധദമ്പതികൾക്ക് പിതാവ് നൽകിയ സ്വർണ്ണത്തിടമാണ് ഇസഹാക്ക്. വൃദ്ധദമ്പതികൾക്ക് പിതാവ് നൽകിയ സ്വർണ്ണത്തിടമാണ് ഇസഹാക്ക്. താഴിളം കൈകളാൽ ആലോചിച്ചു അവർ കരളിൻ കനവാണ് ഇസഹാക്ക്. താഴിളം കൈകളാൽ ആലോചിച്ചു അവർ കരളിൻ കനവാണ് ഇസഹാക്ക്. വൃദ്ധദമ്പതികൾക്ക് പിതാവ് നൽകിയ സ്വർണ്ണത്തിടമാണ് ഇസഹാക്ക്. അവതരിപ്പിക്കുന്നു വാഗ്ദത്ത പുത്രൻ ഇസഹാക്ക്. ബഹുജാതികളുടെ പിതാവായി യഹോവയായ ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിൻ്റെയും ബഹുജാതികളുടെ മാതാവായി ദൈവം തെരഞ്ഞെടുത്ത സാറായുടെയും വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ് ഇസഹാക്ക്. ഇസഹാക്ക് ജനിക്കുമ്പോൾ അബ്രഹാമിന് വയസ്സ് 100, സാറായ്ക്ക് വയസ്സ് 90. അമ്മയായ സാറായുടെ വേർപാടിന്റെ ദുഃഖം മാറ്റാനായി യഹോവയായ ദൈവത്തോട് അബ്രഹാം പ്രാർത്ഥിച്ചു. യഹോവയായ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്റെ പൂർവ്വദേശമായ മെസൊപ്പൊത്താമ്യയിൽ നീ പോവുക. നിന്റെ മകൻ ഇസഹാക്കിന് അവിടെ നിന്ന് നീ ഭാര്യ എടുക്കുക. എന്നാൽ ഒരിക്കലും നീ ഇപ്പോൾ വസിക്കുന്ന കനാനിൽ നിന്നും നിന്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ എടുക്കരുത്. എന്താ യഹോവയായ ദൈവം ഈ കനാനിൽ നിന്നും ഇസഹാക്കിന് ഭാര്യ എടുക്കരുതെന്ന് പറഞ്ഞത്? കനാനിൽ വസിക്കുന്നവർ അന്യദേവന്മാരെ വണങ്ങുന്നവരും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം അബ്രഹാമിനോട് വ്യക്തമായും ശക്തമായും പറഞ്ഞത്, നിന്റെ മകൻ ഇസഹാക്കിന് കനാനിൽ നിന്നും ഭാര്യ എടുക്കരുതെന്ന്. അബ്രഹാം തൻ്റെ ദാസന്മാരിൽ മൂപ്പനും കാര്യവിചാരകനുമായ എലിയസറിനെ അരികിൽ വിളിച്ചു. എലിയസറെ, യജമാനനെ, നീ എൻ്റെ അടുക്കലേക്ക് വരിക, എനിക്ക് എതിർവശത്തായിരിക്കുക. എലിയേസർ അബ്രഹാം പിതാവിൻ്റെ എതിർവശത്തായിരുന്നു. നിന്റെ കൈകൾ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. എലിയേസറിൻ്റെ കരങ്ങൾ അബ്രഹാം പിതാവിൻ്റെ തുടയിൻ കീഴിൽ വച്ചു. നീ സത്യം ചെയ്യുക,
ഈ കനാനിൽ നിന്നും എൻ്റെ മകൻ ഇസഹാക്കിന് നീ ഭാര്യയെ എടുക്കരുത്. എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് നീ ഭാര്യയെ എടുക്കുമെന്ന് ആകാശത്തിനും ഭൂമിക്കും നാഥനായ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നീ സത്യം ചെയ്യുക. യഹോവയിൻ നാമത്തിൽ നീട്ടിയ കൈകളാൽ ചൊല്ലുന്നു ഞാനിതാ ആ രഹസ്യം. യഹോവയിൻ നാമത്തിൽ നീട്ടിയ കൈകളാൽ ചൊല്ലുന്നു ഞാനിതാ ആ രഹസ്യം. വ്യക്തമായി തീരട്ടെ കൽപ്പിച്ച കാര്യങ്ങൾ, വ്യക്തമായി തീരട്ടെ കൽപ്പിച്ച കാര്യങ്ങൾ. ഒന്നിണയാകട്ടെ ചിതറിയ ബന്ധങ്ങൾ, ഒന്നിണയാകട്ടെ ചിതറിയ ബന്ധങ്ങൾ. യഹോവയിൻ നാമത്തിൽ നീട്ടിയ കൈകളാൽ ചൊല്ലുന്നു ഞാനിതാ ആ രഹസ്യം. അല്ല യജമാനനെ, ഒരു സംശയം. എന്താണ്? ഞാൻ മെസൊപ്പൊത്താമ്യയിൽ പോകാം, കന്യയെ കണ്ടെത്താം. ഒരുപക്ഷെ കന്യക എന്നോടൊപ്പം വരാൻ വിസമ്മതിച്ചാൽ അങ്ങനെ സംഭവിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ യഹോവയായ ദൈവം തൻ്റെ ദൂതന്മാരെ നിന്നോടൊപ്പം അയക്കും. എലിയേസർ മെസൊപ്പൊത്താമ്യയിലേക്ക് പോകുവാൻ തയ്യാറായി. ഒട്ടകങ്ങൾ 10, വെള്ളിയാഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ എന്നുവേണ്ട സകലതുമായി എലിയേസർ മെസൊപ്പൊത്താമ്യയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒട്ടകങ്ങളും വെള്ളിയും പൊന്നുമായി സഹചരം തേടി യാത്രയായി. ഒട്ടകങ്ങളും വെള്ളിയും പൊന്നുമായി സഹചരം തേടി യാത്രയായി. പകലിൽ വെട്ടം മറയും നേരത്ത് ഒട്ടകന്നകലെ. പകലിൽ വെട്ടം മറയും നേരത്ത് ഒട്ടകന്നകലെ. ഒട്ടകങ്ങളും വെള്ളിയും പൊന്നുമായി സകലരെ തേടി യാത്രയായി. അന്നത്തെ ദിവസം കഴിഞ്ഞു. അടുത്ത പ്രഭാതം മരുഭൂമിയും വനാന്തരങ്ങളും കടന്ന് ഒട്ടകങ്ങളുമായി എലിയേസർ അങ്ങനെ പോവുകയാണ് മെസൊപ്പൊത്താമ്യയിലേക്ക്. കിഴക്കുതിച്ച സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാൻ ആരംഭിക്കുന്നു. എലിയേസർ നടന്ന് ചെന്നെത്തിയത് മെസൊപ്പൊത്താമ്യയിലെ ഊർ എന്ന ദേശത്ത് ഒരു കിണറിന്റെ കരയിൽ. കിണറിന്റെ കരയിൽ എലിയേസർ നിൽക്കുകയാണ്. അല്ല, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. വെളിമ്പ്രദേശത്ത് കുറെ ആട്ടിൻകൊറ്റന്മാർ വിശ്രമിക്കുന്നു, അണയാട്ടുന്നു. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി. അകലെ നിന്നും കുറച്ച് സ്ത്രീകൾ ആട്ടിൻകൂട്ടങ്ങളുമായി മൺപാനകളുമായി വരികയാണ് ഈ കിണറിൽ നിന്നും വെള്ളം കോരുവാൻ. അവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ വരുന്നവരാരും എലിയേസർ കരുതിയതുപോലെ കന്യകമാരല്ല. എന്ന് പറഞ്ഞാൽ അല്പം പ്രായവും പക്വതയും ഉള്ളവർ എന്നർത്ഥം. എലിയേസർ വെറുതെ നിൽക്കുകയല്ലായിരുന്നു, എലിയേസർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത്യുന്നതനായ ദൈവമേ, എൻ്റെ അബ്രഹാം പിതാവിൻ്റെ മകനായ ഇസഹാക്കിന് കന്യകയെ കണ്ടെത്തുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ യാത്ര സഫലമാക്കണമേ, എൻ്റെ യാത്ര സഫലമാക്കണമേ. എലിയേസർ കണ്ണു തുറന്നു നോക്കി. എലിയേസറിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത വിധം ആകാശത്ത് പൊട്ടി വീണ നക്ഷത്രം പോലെ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി, ഒരു കൊച്ചു സുന്ദരി, മൺകലങ്ങളുമായി, കയ്യിൽ പാത്രങ്ങളുമായി, ഒരു കൂട്ടം ആട്ടിൻ കൊറ്റനുമായി നടന്നു വരുന്നു. എലിയേസർ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നു. പാദം മുട്ടിക്കിടക്കുന്ന പാവാടയും മുട്ടോളമെത്തുന്ന മേലങ്കിയും
പുഞ്ചിരി വിടർത്തുന്ന അഴകാർന്ന മുഖവും. അവൾ വരുന്നത് കാണാൻ വല്ലാത്ത ചന്തം. കൊഞ്ചി കൊഞ്ചി പതുങ്ങി പരുങ്ങി മണം കുണുങ്ങി കുണുങ്ങി കുണുങ്ങി. കൊഞ്ചി കൊഞ്ചി പതുങ്ങി പരുങ്ങി മണം കുണുങ്ങി കുണുങ്ങി കുണുങ്ങി. മന്ദം നടന്നു വരുന്നവൾ കന്യക, മന്ദം നടന്നു വരുന്നവൾ കന്യക, മന്ദം നടന്നു വരുന്നവൾ കന്യക. ഈ കൊച്ചു സുന്ദരിക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന് അതീവ സുന്ദരി, മറ്റൊന്ന് പുരുഷൻ തൊടാത്ത കന്യക. അവൾ സടപടാ കിണറ്റിനുള്ളിൽ ഇറങ്ങി വെള്ളം കോരി ദാ മുകളിലെത്തുന്നു. ആ കാലത്ത് അവിടുത്തെ കിണറുകൾ ആഴത്തിലും വിസ്താരത്തിലുമുള്ളതാണ്, കുളം പോലെ. ഇറങ്ങുവാനും കയറുവാനും തൊടികൾ വെട്ടിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് അനായാസം വെള്ളം കോരിക്കൊണ്ട് മുകളിലെത്തുവാൻ സാധിക്കും. ഈ വെള്ളം കോരിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി ഭീമാകാരമായ വലിയ കല്ലുരുട്ടി വയ്ക്കും. കല്ലുരുട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കിണറ്റിനുള്ളിൽ ആർക്കും വെള്ളം കോരുവാനോ ഇറങ്ങുവാനോ കയറുവാനോ സാധ്യമല്ല. ഇതെല്ലാം കൗതുകത്തോടു കൂടി നോക്കി നിന്ന എലിയേസർ അവളുടെ അരികിലെത്തി. ബാലെ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? യജമാനനെ, ആവശ്യം പോലെ കുടിക്കുക. അവൾ വെള്ളം എലിയേസറിന് പകർന്നു കൊടുത്തു. മതിയാവോളം എലിയേസർ വെള്ളം കുടിച്ചു. എലിയേസർ ചോദിച്ചു, എന്താ ബാലെ നിന്റെ പേര്? എൻ്റെ പേര് റിബേക്ക. പിന്നെ ഈ ഒട്ടകങ്ങൾ ആരുടേതാ? എൻ്റേത് തന്നെ. ഒട്ടകങ്ങളെ കുടിപ്പിക്കുക. അവൾ വീണ്ടും കിണറ്റിനുള്ളിൽ ഇറങ്ങി അതിവേഗത്തിൽ വെള്ളവുമായി വന്നു. ഈ 10 ഒട്ടകങ്ങളെ വെള്ളം കുടിപ്പിക്കുക എന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല. സാധാരണ മൃഗങ്ങൾ കുടിക്കുന്നതിൻ്റെ 10 ഇരട്ടി വെള്ളം ഒരു ഒട്ടകം കുടിക്കും. അങ്ങനെ 10 ഒട്ടകങ്ങളെ വെള്ളം കുടിപ്പിക്കുക നിസ്സാര കാര്യമാണോ? അവൾക്കൊരു ക്ഷീണവുമില്ല, ഒരു മടിയുമില്ല. സ്വർണ്ണക്കൂന്തലഴിച്ചിട്ട് പിൻമുകിലഴകിൽ വന്നവളെ, സ്വർണ്ണക്കൂന്തലഴിച്ചിട്ട് പിൻമുകിലഴകിൽ വന്നവളെ. കവിളിൽ വിടരും മന്ദസ്മിതവും മടി വിളിക്കും മിഴിയിണയും. കവിളിൽ വിടരും മന്ദസ്മിതവും മടി വിളിക്കും മിഴിയിണയും. സ്വർണ്ണക്കൂന്തലഴിച്ചിട്ട് പിൻമുകിലഴകിൽ വന്നവളെ. ഒട്ടകങ്ങളെല്ലാം വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ എലിയേസർ അവളോട് ചോദിച്ചു, ബാലെ, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് റിബേക്ക. അപ്പൻ എന്നെ പൊന്നുമോളെ എന്ന് വിളിക്കും. പൊന്നുപോലിരിക്കുന്ന നിന്നെ പൊന്നുമോളെ എന്നല്ലാതെ എന്ത് വിളിക്കാനാണ്? അതൊക്കെ പോട്ടെ, നീ ആരുടെ മകളാണ്? ഞാൻ നാഹോർ പിതാവിൻ്റെ കൊച്ചുമകളാ. എൻ്റെ അപ്പനറിയുവോ? ബദ്വേൽ. നാഹോർ പിതാവിനും മിൽക്കാക്കും ജനിച്ച ബദ്വേൽ. ബദ്വേലിന് ഒരു മകനുണ്ട്, എൻ്റെ സഹോദരൻ ലാബാൻ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ മെസൊപ്പൊത്താമ്യയിൽ നിന്നും അബ്രഹാം പിതാവിൻ്റെ അടുക്കൽ നിന്നും വരുന്നു. എലിയേസർ തന്റെ കയ്യിലിരുന്ന ഭാണ്ഡക്കെട്ടഴിച്ചു. ഒരു സ്വർണ്ണ മൂക്കുത്തി അവളുടെ കരങ്ങളിൽ എടുത്തു കൊടുത്തു. എന്തിനാ? വെള്ളം കോരി തന്നതിനാണോ? ഇല്ല മകളെ, അബ്രഹാം പിതാവ് നിനക്കായി തന്നയച്ചതാണ്. അവൾ ഇരുകരങ്ങളിൽ നീട്ടി ആ സ്വർണ്ണ മൂക്കുത്തി വാങ്ങി മൂക്കിൽ കുത്തി. 10 ശേക്കെൽ തൂക്കമുള്ള 2 പൊൻവളകൾ എലിയേസർ അവളുടെ കൈകളിൽ കൊടുത്തു. അവൾ 2 കൈകളിലും ആ വളകൾ അണിഞ്ഞു. ബാലെ, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. സ്വർണ്ണക്കൂന്തലഴിച്ചിട്ട് പിൻമുകിലഴകിൽ വന്നവളെ,
സ്വർണ്ണക്കൂന്തലരിച്ചിട്ട് പിൻമുകിലഴകിൽ വന്നവളെ മന്ദസ്മിതവും മടിവിളിക്കും മിഴിമയും കവിളിൽ വിടരും മന്ദസ്മിതവും മടിവിളിക്കും മിഴിമയും സ്വർണ്ണക്കൂന്തലരിച്ചിട്ട് പിൻമുകിലഴകിൽ വന്നവളെ. അവളുടെ പേര് വീണ്ടും വീണ്ടും അവൾ ആവർത്തിച്ച് പറഞ്ഞു, റിബേക്ക, റിബേക്ക, റിബേക്ക. ബാലെ, നിന്റെ കൂടാരത്തിൽ ഞങ്ങൾക്ക് പാർക്കാൻ സ്ഥലമുണ്ടോ? ഉണ്ട്, ഉണ്ട്, വന്നാലും. അവളതാ മുന്നിൽ നിന്നും കലങ്ങളും ആട്ടിൻ കൊറ്റനുമായി പോകുന്നു. എലിയസറും 10 ഒട്ടകങ്ങളും പിന്നാലെ പോകുന്നു. അവൾ കൂടാരമുറ്റത്തെത്തി ഉറക്കെ വിളിച്ചു, അപ്പാ, അപ്പാ. ദാ പുറത്തേക്ക് ഇറങ്ങി വരുന്നു നാഹോർ പിതാവ്. തൊട്ട് പിന്നാലെ മിൽക്ക, അതിനു പിന്നാലെ ബെദുവേൽ, അതിനു പിന്നാലെ വരുന്നു ലാബാൻ. ലാബാൻ മുന്നോട്ട് വന്ന് ചോദിച്ചു, അല്ല, നിനക്ക് ഈ പൊന്മൂക്കുത്തിയും പൊൻവളകളും ആരാ തന്നത്? അവൾ എലിയസറിനെ ചൂണ്ടിക്കാണിച്ചു. നാഹോർ പിതാവ് പറഞ്ഞു, അകത്തേക്ക് വന്നാലും ഇരുന്നാലും അബ്രഹാം സുഖമായിരിക്കുന്നുവോ? യജമാനൻ സുഖമായിരിക്കുന്നു. പിതാവായ ദൈവം അബ്രഹാമിനെ മഹാധനികനാക്കിയതായി എനിക്കറിയാം. ഗോതമ്പും ചോളവും യവവും മുന്തിരിത്തോട്ടങ്ങളും കന്നുകാലികളും ഒട്ടകങ്ങളും ദാസന്മാരും കൊണ്ട് എൻ്റെ സഹോദരൻ അബ്രഹാം മഹാധനികനാണെന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ടെ, അബ്രഹാമിന് ഒരു മകനുണ്ടല്ലോ, അതെ, ഇസഹാക്ക്. ഇസഹാക്കിന്റെ കാര്യം പറയാനാണ് അടിയൻ ഇവിടെ വന്നത്. അമ്മയുടെ വേർപാടിന്റെ ദുഃഖം മാറ്റാനായി അബ്രഹാം പിതാവ് യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യഹോവയായ ദൈവം അബ്രഹാം പിതാവിനോട് പറഞ്ഞു, സ്വന്തം നാടായ പിതൃദേശമായ മെസൊപ്പൊത്താമിയയിലേക്ക് പോകുവാൻ തന്റെ മകനായ ഇസഹാക്കിന് വധുവിനെ കണ്ടെത്താൻ ഞാനിവിടെ വന്നത് അതിലേക്ക് വേണ്ടിയാണ്. അബ്രഹാം പിതാവ് വൃദ്ധനായിരിക്കുന്നു. കണ്ണടയുന്നതിന് മുൻപ് തന്റെ പ്രിയപ്പെട്ട മകന് ഭാര്യയെ കണ്ടെത്തി കൊടുക്കുക എന്നതാണ് അബ്രഹാം പിതാവിന്റെ അവസാനത്തെ ആഗ്രഹം. അബ്രഹാം പിതാവ് ഇവിടത്തെ കന്യകയെ റിബേക്കയെ ഇസഹാക്കിന് മണവാട്ടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അബ്രഹാം പിതാവിന്റെ മകൻ ഇസഹാക്ക് റിബേക്കയെ വിവാഹം കഴിക്കാൻ പോകുന്നു, മണവാട്ടിയായി സ്വീകരിക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ നാഹോർ നദിയായ സന്തോഷം. മിൽക്കായും നാഹോറും ബദുവേലും പിതാവായ ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചു. ചേരേണ്ടത് തന്നെ ചേർന്നിരിക്കുന്നു. എലിയസർ ഇസഹാക്കിനെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഇസഹാക്ക് നല്ലവനാണ് കേട്ടോ, സുന്ദരനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, ദൈവവുമായിട്ട് ചേർന്ന് നടക്കുന്നവൻ. ഇസഹാക്കിനെ കുറിച്ച് അധികമായി സംസാരിച്ചു കൊണ്ടിരുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ ഹിതപ്രകാരം റിബേക്ക നിന്റെ യജമാനന്റെ മകനായ ഇസഹാക്കിന് ഭാര്യയാകട്ടെ. എങ്കിലും അവളോടൊരു വാക്ക് ചോദിക്കണമല്ലോ. അത് വേണം ചോദിക്കണം. റിബേക്ക, ഇതായിരിക്കുന്ന പുരുഷനോടൊപ്പം ഇസഹാക്കിന്റെ മണവാട്ടിയായി പോകുവാൻ നിനക്ക് സമ്മതമാണോ? റിബേക്ക പറഞ്ഞു, ഞാൻ പോകാം. എലിയസർ ഭാണ്ഡക്കെട്ടഴിച്ചു. റിബേക്കയ്ക്ക് പൊന്നാഭരണങ്ങൾ, വെള്ളിയാഭരണങ്ങൾ കൊടുത്തു. വിശേഷ വസ്ത്രങ്ങളും പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും ആവശ്യത്തിലേറെ നാഹോർ പിതാവിനും ബദുവേലിനും സമ്മാനമായി നൽകി. അന്നവർ ഒരുമിച്ച് കൂടി യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ ആരാധിച്ചു, പ്രാർത്ഥിച്ചു, സ്തുതിഗീതങ്ങൾ അർപ്പിച്ചു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, പാനം ചെയ്തു.
പൂക്കളേ പൂക്കളേ ഹൃദയനാരിൽ കോർത്തെടുത്ത പൂക്കളേ 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 ഹൃദയനാരിൽ കോർത്തെടുത്ത പൂക്കളേ ശാരോനിലെ പനിനീർ പൂക്കളേ ശാരോനിലെ പനിനീർ പൂക്കളേ 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 ഹൃദയനാരിൽ കോർത്തെടുത്ത പൂക്കളേ ഭക്ഷിച്ചു പാനം ചെയ്തു അന്നവരൊന്നിച്ചു രാപാർത്തു ഭക്ഷിച്ചു പാനം ചെയ്തു അന്നവരൊന്നിച്ചു രാപാർത്തു അത്യുന്നതനാം ദൈവനാമത്തിൽ അലകളായി സ്തുതിഗീതങ്ങൾ അത്യുന്നതനാം ദൈവനാമത്തിൽ അലകളായി സ്തുതിഗീതങ്ങൾ പൂക്കളേ പൂക്കളേ ഹൃദയനാരിൽ കോർത്തെടുത്ത പൂക്കളേ പൂക്കളേ ഹൃദയനാരിൽ കോർത്തെടുത്ത പൂക്കളേ ശാരോനിലെ പനിനീർ പൂക്കളേ ശാരോനിലെ പനിനീർ പൂക്കളേ 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 പൂക്കളേ. അന്നത്തെ രാത്രി അവസാനിച്ചു. നേരം പുലർന്നു. കിഴക്ക് ദാ സൂര്യന്റെ പൊൻവെളിച്ചം. എലിയേസർ നാഹോർ പിതാവിന്റെ അടുക്കലെത്തി. എനിക്ക് പോകാൻ തിരക്കുണ്ട്. അബ്രഹാം പിതാവ് എന്നെ കാത്തിരിക്കുകയാണ്. ബാലയെ എന്നോടൊപ്പം അയച്ചാൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. ഒരു 10 ദിവസം കൂടെ ബാല ഞങ്ങളോടൊപ്പം നിൽക്കട്ടെ. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഒട്ടകങ്ങൾ നിരനിരയായി നിന്നു. റിബേക്ക സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു, മൂടുപടമിട്ടു. ധാത്രിമാർക്കൊപ്പം ആ ഒട്ടകപ്പുറത്ത് കയറി. ആ ഒട്ടകങ്ങൾ കാനാൻ ലക്ഷ്യമാക്കി പോവുകയാണ്. അകന്നകന്നു പോകുന്ന റിബേക്കയെയും ഒട്ടകങ്ങളെയും നാഹോർ പിതാവും മിൽക്കായും ബദുവേലും ലാബാനും നിറമിഴികളോട് നോക്കി നിന്നു. അകലുന്നു നിഴൽ പോലെ കാൽപ്പാടുകൾ ദൂരെ ദൂരെ അകലുന്നു നിഴൽ പോലെ കാൽപ്പാടുകൾ ദൂരെ റിബേക്കയും തോഴിമാരെയും വഹിച്ചുകൊണ്ടുള്ള ഒട്ടകങ്ങൾ ദാഗന്നകന്നു പോകുന്നു. വനാന്തരങ്ങളും മരുഭൂമികളും കടന്ന് മലകളും താഴ്വരകളും കടന്നു പോവുകയാണ്. കാനാൻ ദേശത്തേക്ക് പോവുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒട്ടകങ്ങൾ കാനാനിലേക്ക് ഇതാ പ്രവേശിക്കുന്നു. മനോഹരമായ ഒരു വെളിപ്രദേശം. ആ വെളിപ്രദേശത്ത് ഒരു യുവാവ് ഒറ്റയ്ക്ക് നിൽക്കുന്നു. സഖാക്ക് എല്ലാ ദിവസവും എന്തിനാണ് വെളിമ്പ്രദേശത്ത് പോകുന്നത്? നമ്മളത് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മൾ എന്തിനാണ്, ഈ യുവാക്കളായ ചെറുപ്പക്കാരായ യുവാക്കൾ എന്തിനാണ് എല്ലാ ദിവസവും വെളിമ്പ്രദേശത്ത് പോകുന്നത്? ഒന്ന് ഉല്ലസിക്കുവാൻ, അല്ലെങ്കിൽ സ്വല്പം വാട്ടീസടിക്കുവാൻ, അല്ലെങ്കിൽ അല്പം പുകയ്ക്കുവാൻ. എന്നാൽ ഇസഹാക്ക് വെളിമ്പ്രദേശത്ത് പോകുന്നത് എന്തിനെന്നറിയാമോ? പിതാവായ ദൈവത്തോട്, യഹോവയായ ദൈവത്തോട് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. ഇസഹാക്ക് മണ്ണിൽ മുട്ടുകുത്തും,
സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കും, അത്യുന്നതനായ തമ്പുരാനെ, എന്റെ പിതാവിന്റെ ദൈവമായ തമ്പുരാനെ, എന്റെ ജീവിത സഖിയായി വരുന്ന പെൺകുട്ടി അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ടവളും അങ്ങയുടെ കൃപ ലഭിച്ചവളും അനുഗ്രഹിക്കപ്പെട്ടവളും സമാധാനമുള്ളവളുമായി തീരണമേ. ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിക്കണം. യുവാക്കളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കണം. അകലിൽ നിന്നും ഒട്ടകങ്ങൾ വരുന്നത് നിരനിരയായി വരുന്നത് ഇസഹാക്ക് നോക്കി നിന്നു. റിബേക്ക എലിയസറിനോട് ചോദിച്ചു, അല്ല, നമ്മളെ തന്നെ കൈവീശി കാണിക്കുന്ന ആ ചെറുപ്പക്കാരൻ അത് ആരാണ്? മോളെ, അവനാണ് അബ്രഹാം പിതാവിന്റെ ഏക മകൻ ഇസഹാക്ക്. ഇസഹാക്ക് ഈ പുഞ്ചിരി കാണാൻ കൊതിച്ചവൻ ഏകനായി സൗമ്യനായി നിൽക്കും മൗനം. നിന്റെ ഈ പുഞ്ചിരി കാണാൻ കൊതിച്ചവൻ ഏകനായി സൗമ്യനായി നിൽക്കും മൗനം. നിത്യം നിനക്കായി ജീവിച്ചു തീർക്കുവാൻ നായകനായവൻ നിൽക്കൂ, നായകനായവൻ നിൽക്കൂ. നിത്യം നിനക്കായി ജീവിച്ചു തീർക്കുവാൻ നായകനായവൻ നിൽക്കൂ, നായകനായവൻ നിൽക്കൂ. നിന്റെ ഈ പുഞ്ചിരി കാണാൻ കൊതിച്ചവൻ ഏകനായി സൗമ്യനായി നിൽക്കും മൗനം. ഒട്ടകങ്ങൾ 10 നിരനിരയായി വന്നു. അബ്രഹാം പിതാവിന്റെ കൂടാരമുറ്റത്ത് നിന്നു. അവൾ ആ തിരശീല മെല്ലെ ഒന്ന് മാറ്റി. ഹായ്, എത്ര മനോഹരം! വൃത്തിയും വെടിപ്പുമുള്ള പ്രദേശം. 100 കണക്കിന് കൂടാരങ്ങൾ നിരനിരയായി സ്വർണക്കൂമ്പാരം പോലെ കൂട്ടിയിട്ടിരിക്കുന്നു. ഗോതമ്പും യവവും ചോളവും അടുക്കും ചിട്ടയുമുള്ള കന്നുകാലിപ്പുരകൾ, ഒട്ടക കോപ്പുകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നു. ഒട്ടകങ്ങൾ വന്നതും ആ കൂടാരങ്ങൾ തുറന്ന് പുരുഷന്മാരും സ്ത്രീകളും സംഘം സംഘമായി അബ്രഹാം പിതാവിന്റെ കൂടാരമുറ്റത്തെത്തി. എന്തിനാണ്? പുതിയ മണവാട്ടിയെ കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട ഇസഹാക്കിന്റെ മണവാട്ടിയെ കാണാൻ. എലിയേസർ അബ്രഹാം പിതാവിന്റെ അടുക്കലെത്തി. എലിയേസറെ, നീ പോയ കാര്യം എന്തായി? അത്യുന്നതനായ ദൈവം കൂടെയുള്ളപ്പോൾ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? അങ്ങയുടെ അനുജനായ നാഗോറിന്റെ കൊച്ചുമകൾ റിബേക്ക ദേ ഒട്ടകത്തിലുണ്ട്. അബ്രഹാം പിതാവ് മെല്ലെ കൂടാരത്തിന് പുറത്തു വന്നു. മോളെ, ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇത് നിന്റെ വീട് തന്നെ. ഇറങ്ങി വാ മക്കളെ, ഇറങ്ങി വാ. റിബേക്ക ആ തിരശീല മെല്ലെ നീക്കി. ദാ ഇറങ്ങി വരുന്നു, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞവൾ, പുറകിൽ ധാത്രിമാർ. അബ്രഹാം പിതാവ് തന്റെ മകനായ ഇസഹാക്കിന്റെ കൈകളിൽ റിബേക്കയുടെ കൈകൾ പിടിച്ചു വെച്ചു. അബ്രഹാം പിതാവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ദാ ഇറ്റിറ്റ് ഭൂമിയിലേക്ക് വീഴുന്നു. എന്താണ് കാര്യം? വാർദ്ധക്യത്തിൽ തങ്ങൾക്ക് ജനിച്ച പ്രിയപ്പെട്ട മകൻ ഇസഹാക്ക് അവന്റെ ജീവിത സഖിയായി മണവാട്ടിയായി റിബേക്കയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഭാര്യയായി സ്വീകരിക്കുമ്പോൾ, അത് കാണുവാൻ അവന്റെ അമ്മയായ സാറയില്ലല്ലോ എന്നതാണ് അബ്രഹാം പിതാവിന്റെ ദുഃഖം. അബ്രഹാം പിതാവിന്റെ ദുഃഖം. പ്രിയമുള്ളവരെ, ഇവിടെ 2 പേർ ദുഃഖിക്കുകയാണ്. ഒന്ന് അബ്രഹാം പിതാവ്, മറ്റൊന്ന് ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുനാഥൻ. എന്തിനാണ് ദുഃഖിക്കുന്നത്? തന്റെ ചങ്കിലെ ചോര കൊണ്ട് മാനവകുലത്തെ വീണ്ടെടുത്ത് തന്റെ മണവാട്ടിയായ സഭയെ കൊടുത്തപ്പോൾ ഭയഭക്തിയോടെ ഹൃദയശുദ്ധിയോടെ ഉൾക്കൊള്ളുവാൻ നമ്മളിൽ എത്ര പേരുണ്ട്?
അതാണ് ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുനാഥന്റെ ദുഃഖം. അബ്രഹാം പിതാവിന്റെ ദുഃഖം എന്താണ്? തന്റെ ഏകമകനായ വാഗ്ദത്ത പുത്രനായ ഇസഹാക്ക് ഭാര്യയായി മണവാട്ടിയായി റിബേക്കയെ സ്വീകരിക്കുമ്പോൾ അത് കാണുവാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറ കൂടെയില്ലല്ലോ എന്നതാണ് അബ്രഹാം പിതാവിന്റെ ദുഃഖം. ഇസഹാക്ക് റിബേക്കയുടെ കരം ഗ്രഹിച്ചു. തനിക്കായി കെട്ടിയൊരുക്കിയ പുതിയ കൂടാരത്തിനുള്ളിൽ റിബേക്കയെ കൊണ്ടുചെന്നു. അബ്രഹാം പിതാവ് യഹോവയായ ദൈവത്തിന് യാഗപീഠമൊരുക്കി യാഗമർപ്പിച്ചു. ദാസന്മാർക്ക് വിരുന്നൊരുക്കി. അണയാത്ത പൗർണമി തിങ്കളെ നിങ്ങൾ വിണ്ണിൽ പിറന്നതെന്തിന്? അണയാത്ത പൗർണമി തിങ്കളെ നിങ്ങൾ വിണ്ണിൽ പിറന്നതെന്തിന്? കരിനിഴൽ വാക്കുവാൻ മാത്രമോ പുതിയ വസന്തം വിടർത്തുവാനോ? കരിനിഴൽ വാക്കുവാൻ മാത്രമോ പുതിയ വസന്തം വിടർത്തുവാനോ? അണയാത്ത പൗർണമി തിങ്കളെ നിങ്ങൾ വിണ്ണിൽ പിറന്നതെന്തിന്? അണയാത്ത പൗർണമി തിങ്കളെ നിങ്ങൾ വിണ്ണിൽ പിറന്നതെന്തിന്? ഇസഹാക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത പുത്രൻ. ഇസഹാക്ക് നല്ല അനുസരണയും ദൈവഭയവുമുള്ളവൻ. ഇസഹാക്ക് എപ്പോഴും സ്തുതിയും പ്രാർത്ഥനയുമായി നടക്കുന്നവൻ. ഇസഹാക്കിന്റെ ചരിത്രം അവസാനിക്കുന്നില്ല. എന്നാൽ ഈ ചരിത്രം ഞാൻ ഇങ്ങനെ ഇവിടെ പൂർണ്ണമാക്കുന്നു. വാഗ്ദത്ത പുത്രൻ ഇസഹാക്ക്. അഭിവാദനങ്ങൾ.